ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഹോളിഡേ ആയതുകൊണ്ട് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. സാധാരണ ഞങ്ങൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പുറത്ത് പോയി കഴിക്കാറില്ല. ഇന്നെന്തോ അങ്ങനെ തോന്നി. മിക്കവാറും ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് വിചാരിച്ചു ഞങ്ങൾ സ്ഥിരം ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫിൽറ്റർ കോഫി എന്നാണ് അതിൻ്റെ പേര്. അത് കല്യാൺ നഗറിൽ HRBR ലേഔട്ടിലാണ്. അപ്പം അത് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നല്ല മസാല ദോശ, ഇഡ്ഡലി എല്ലാം നല്ലൊരു ഇതാണ്. ഒരു തമിഴ് ക്യുസീനാണ്. നമ്മൾ കർണാടക സ്റ്റൈൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, തമിഴ്നാട് സ്റ്റൈൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് കൂടുതലും അതാണ് ഇഷ്ടം. അവരുടെ ചമ്മന്തി സാമ്പാർ സംഭവം ആണ് കൂടുതൽ എനിക്കിഷ്ടം. അതുകൊണ്ട് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെ. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്ന. കാരണം ഇത് മിക്കവാറും ഞങ്ങൾക്ക് പ്രയോജനം വരുന്ന ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പം രാവിലെയല്ലേ നമ്മൾ എത്തുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ മിക്കവാറും ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എനിക്കിവിടുത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ സാമ്പാർ. അപ്പം ആദ്യം ഈ തുടക്കം അവിടെ കണ്ടില്ല, അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബില്ല് പേ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുമ്പം അപ്പം ഞങ്ങൾക്ക് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു റോയിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്, അവരുടെ ഫ്രണ്ടിൽ തന്നെ. അപ്പം അതിങ്ങനെ നേരെ നമ്മൾ സദ്യക്കൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം സാധാരണ ഹോട്ടലിലെ പോലെ സെപ്പറേറ്റ് 4 വെച്ചാണ്. അവിടെ നിന്ന് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഇരുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ഇല വെച്ച് അവർ കൊണ്ടുവന്ന് വിളമ്പി തരും. ഇലയിലാണ് എല്ലാം വിളമ്പുന്നത്. പിന്നെ വടയ്ക്കും മസാല ദോശയ്ക്കും സെപ്പറേറ്റ് പൈസയാണ്. പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പം. ശകലം റേറ്റ് കൂടുതലാണ്, എസ്പെഷ്യലി വടയ്ക്ക്. ആക്ച്വലി ഞാൻ മറന്നുപോയി എന്തായിരുന്നു. മസാല ദോശയ്ക്കും അതെ, പക്ഷേ സംഭവം നല്ലതാണ്. നല്ല മസാല ദോശയും നല്ല വടയാണ്. ഇവരുടെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. എനിക്ക് ചമ്മന്തിയെക്കാട്ടിലും കൂടുതൽ ഇവരുടെ ആ ഒരു സാമ്പാറാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു. ഞാൻ കൂടുതലും കൂട്ടുന്നത് സാമ്പാർ. പിന്നെ എനിക്ക് ആ ചുമന്ന ചട്നി എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല, ആ ഒരു ടൊമാറ്റോ ചട്നി. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാപ്പി വന്നു. കാപ്പി നല്ലതാണ്, ഫിൽറ്റർ കോഫി നല്ല കോഫിയാണ്. അതും വന്നു. ഇത് ഇത്രയാണ് കഴിച്ചത്. പിന്നെ എല്ലാ തമിഴ് സ്റ്റൈൽ എല്ലാ ഫുഡും ഉണ്ട്. പൊങ്കൽ എല്ലാം ഉണ്ട്. പൊങ്കലൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് പൊങ്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇടയ്ക്ക് ഞാൻ തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പൊങ്കലായിരിക്കും ഓർഡർ ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അതായത് താറാമുട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കേരള മാർക്കറ്റ് ഉണ്ട്, അവിടേക്കാണ് പോകേണ്ടത്. ഇത് ഈ അടുത്തിടെ ഞാൻ കണ്ടുപിടിച്ച ഒരു കേരള മാർക്കറ്റാണ്. ഞങ്ങളുടെ അടുത്തുള്ള 2 ഒരെണ്ണം പൂട്ടിപ്പോയി, മറ്റേതാണെങ്കിൽ ഞാൻ എപ്പോൾ ചെന്നാലും തുറക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവസാനം കണ്ടുപിടിച്ച ഒരു കേരള മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുനിന്ന് വലിയ ദൂരമില്ല, ശ്രീഹരിയുടെ ഓഫീസിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം ചെറിയൊരു ഷോർട്ട് കട്ട് എളുപ്പം വഴി കാണിക്കുന്നുണ്ട്. അപ്പം ആ വഴി പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തെല്ലാം കയറിയിരുന്നത്. പക്ഷേ ആ വഴി തിരിഞ്ഞില്ല. ശ്രീഹരിക്കൊരു അബദ്ധം പറ്റി. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇരട്ടി ദൂരം ഓടിക്കേണ്ടി വന്നു. ചാക്കപ്പൻ സ്റ്റോഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു കേരള മാർക്കറ്റ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന മിക്കവാറും ഉള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ അത് തന്നിസാന്ദ്ര ഭാഗത്ത്, തന്നിസാന്ദ്ര ഒക്കെ കഴിഞ്ഞ് പോകുമ്പം കോതന്നൂർ എന്നൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെയാണ് ആ ഒരു കേരള മാർക്കറ്റ്. ഞങ്ങളുടെ അടുത്ത് ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് പല ഭാഗത്തുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇതാണുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് നാട്ടിൽ നിന്ന് വരുന്ന ഈ കൂർക്ക, ഇതുപോലെ താറാമുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവിടെ പോകുന്നത്. കാന്താരി മുളക്, പിന്നെ ഇങ്ങനെ കാച്ചിൽ, കപ്പ,
അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നാടൻ പാവയ്ക്ക അതൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ചക്കപ്പൻ സ്റ്റോഴ്സ്. അപ്പം അതിനകത്ത് കുറച്ച് തിരക്കായിരുന്നു രാവിലെ ആയതുകൊണ്ട്. അവിടെ കൊപ്ര തേങ്ങയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ ചിപ്സും മറ്റ് സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഐറ്റംസ് എനിക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു. ഇടിഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന്. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വരുമ്പം കാണും, അപ്പം ഇപ്പം വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ അതിനകത്തുനിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. എനിക്ക് അതിനകം എടുക്കാൻ പറ്റില്ല, കാരണം രാവിലെ അവിടെ എനിക്കൊന്ന് രാവിലെ ആയതുകൊണ്ടായിരിക്കും, അവധി ദിവസമല്ലേ, അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയിട്ടൊക്കെ വന്നു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ചെയ്യാം. ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് മീൻ വറുക്കാനിരിപ്പുണ്ട്. പിന്നെ തോരൻ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അസ്ത്രം ഇരിപ്പുണ്ട്. ഒരു തോരനും കൂടെ ഞാൻ വെക്കുന്നുള്ളൂ. അസ്ത്രം ഞാൻ അതിൻ്റെ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വൃശ്ചികമാസ സമയത്ത് കഞ്ഞിയുടെ കൂടെയും അമ്പലത്തിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കൂട്ടുന്ന ഒരു കറിയാണ് അസ്ത്രം. അസ്ത്രവും കടുമാങ്ങയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കഞ്ഞിയുടെ കൂടെ അല്ല, ചോറിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അസ്ത്രം കൂട്ടാനായിട്ട്. അപ്പം ഞാനത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം അത് ഒഴിക്കാനായിട്ട് അതും ഉണ്ട്. പിന്നെ ഞാനൊരു മിക്സഡ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. മിക്സഡ് തോരൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പയറും കായും ഇരിപ്പുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് ഇത് മേടിക്കാൻ പോകണം, പച്ചക്കറി മേടിക്കാൻ പോകണം. അപ്പം പയറും കായും കൂടെ ഇരിപ്പുള്ളൂ. അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അതങ്ങ് തീർത്ത് തോരന് ആക്കി കഴിഞ്ഞാൽ ഞാൻ നാളത്തേക്കും കൂടെ ഉണ്ടത്. പിന്നെ അതിനകത്ത് കുറച്ച് കൂർക്കയും കൂടെ ചേർത്തൊരു മിക്സഡ് പയറും കായും കൂർക്കയും കൂടെ ഒരു മിക്സഡ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. കൂർക്ക എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്കത് വൃത്തിയാക്കുന്ന മെനക്കേട് ഓർക്കുമ്പോഴത്തേനും എനിക്ക് മേടിക്കാൻ തോന്നില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കൂർക്ക. അപ്പോൾ ഇന്ന് എനിക്ക് അത് കണ്ടപ്പോൾ ഒരു മൂഡ് തോന്നി. ആ കടയിൽ കുറച്ച് മേടിച്ചിട്ട് ഇന്ന് ഇതുപോലെ അങ്ങ് തോരനകത്തിടാം. പിന്നെ നാളെയോ വല്ലതും കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ ആക്കാം. എനിക്ക് കൂർക്ക മെഴുക്കുവരട്ടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇരിഞ്ഞാലക്കുടയൊക്കെ കൂർക്ക ക്ലീൻ ചെയ്തത് ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇട്ട് കവറിനകത്തിട്ട് കിട്ടും കടയിൽ. അപ്പം അത് കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് കൊണ്ടുവന്ന് അങ്ങ് മെഴുക്കുവരട്ടി ആക്കിയാൽ മതി. പക്ഷെ ഞാനത് ഇങ്ങോട്ട് ഇതുവരെ ഞാൻ അങ്ങനെ ആ പ്ലാസ്റ്റിക് കവറിൽ വെള്ളം ഒഴിച്ചാണ് അവിടെ വെക്കുന്നത്. അപ്പം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേനും അത്രയും സമയമില്ല. പിന്നെ അവിടുത്തെ കാലാവസ്ഥ പറയുമ്പോൾ ചൂടൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഇത്രയും ദൂരമൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ ക്ലീൻ ചെയ്തത് കൊണ്ടുവരാൻ എനിക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കേടാവും എന്നുള്ള പേടിക്ക് ഞാൻ അത് കൊണ്ടുവരാറില്ല. ചിലപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരും അങ്ങനെ ഞാൻ പലതും നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങ് മറന്നു പോകും മേടിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ മേടിക്കണമെന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ ഓർത്ത് മേടിക്കാൻ ആക്ച്വലി ഇങ്ങനെയൊക്കെ കറങ്ങി നടന്നാലും ഞാനങ്ങ് മറന്നു പോകും. അതുപോലൊരു കാര്യമാണ് NS പെരുങ്കായം. എപ്പോഴും വിചാരിക്കും NSന്റെ പെരുങ്കായം നാട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരണമെന്ന്. അതും മറന്നു. ഇന്ന് ഞാൻ അവിടെ കണ്ടപ്പോൾ ഇത്രയും നാൾ ഞാൻ മറന്നിരിക്കുകയാണ്. ഇന്ന് പെട്ടെന്ന് ഞാൻ അവിടെ ആ ഷോപ്പിൽ കണ്ടപ്പോൾ ഞാനതങ്ങ് എടുത്തു. അങ്ങനെ അതിൻ്റെ കട്ടക്കായും പൊടി എടുത്തു. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ താറാമുട്ട അവിടെ നിന്ന് കിട്ടി, കാന്താരി മുളക്, പാവയ്ക്ക ഉണ്ടായിരുന്നു. പക്ഷെ പാവയ്ക്ക സാധാരണ വെള്ള പാവയ്ക്ക കണ്ടാൽ മേടിക്കുന്നത് ഞാൻ. എനിക്കത് മേടിക്കാൻ തോന്നിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അവിടെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു ആ കടയിൽ. ഇഷ്ടംപോലെ വറവ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വളരെ കൺട്രോൾ ചെയ്ത് ഞാനതൊന്നും മേടിച്ചില്ല. കാരണം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും. എന്തിനാ വെറുതെ നമ്മൾ അത് കഴിക്കാൻ. ഇവിടെയും കൂടെ നമ്മൾ നാട്ടിൽ പോകുമ്പം ഇഷ്ടംപോലെ കഴിക്കും. അതൊക്കെ മേടിച്ച് വെച്ചിരുന്ന് നിൽക്കുന്ന അത്രയും ദിവസം കഴിക്കും. അത് കഴിഞ്ഞ് ഇവിടെയും കൂടെ നമ്മളത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് വാങ്ങിച്ചില്ല. ബാക്കി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ബാക്കിയുള്ള പച്ചക്കറികൾ ഞാൻ അധികം അവിടെ നിന്ന് ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ഇങ്ങനത്തെ പച്ചക്കറികൾ മാത്രമേ ഇങ്ങനെയുള്ള കടയിൽ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. അല്ലാത്തെല്ലാം ഞാൻ ഇവിടെ ഉള്ള മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന സബോള, തക്കാളി, കുഞ്ഞുള്ളി,
പിന്നെന്താ പറയുന്നത്, അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പച്ചക്കറികളും. ഇത് ഞാൻ ഈ ഒരു മലയാളിക്കട ഞാൻ ആക്ച്വലി കണ്ടു. അത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേച്ചിയുടെ മെസ്സേജ് അയച്ച് ചോദിച്ച് ഞാൻ കണ്ടുപിടിച്ച ഒരു കടയാണ്. ഞങ്ങളുടെ ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോൾ പൂട്ടിപ്പോയി. പിന്നെ ഒരെണ്ണം ഉള്ളത് ഞാൻ എപ്പോൾ ചെന്നാലും അത് അടച്ചിടും. എനിക്കങ്ങ് ദേഷ്യമായി. എപ്പോൾ നമ്മളൊരു ആവശ്യം ഒക്കെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ അത് അടച്ചിട്ടേക്കുമായിരിക്കും. പിന്നെ അവസാനം ഞാൻ ഇതിങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് ഇപ്പോൾ താറാമുട്ടയും എല്ലാം കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്കിനി ഉച്ചക്കത്തെ കാര്യങ്ങൾ ഇതെല്ലാം അടുക്കി വെക്കണം. ഈ കാന്താരിമുളകൊക്കെ വൃത്തിയാക്കി വെക്കണം. പിന്നെ കൂർക്ക ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് മതി, ഇച്ചിരി എടുക്കുന്നുള്ളൂ ഇന്ന്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം. അല്ലാതെ വലിയൊരു കുക്കിംഗ് ഇല്ല. ഈ തോരൻ മാത്രമേ ഉള്ളൂ. പിന്നെ മീൻ ഓൾറെഡി പുരട്ടി വെച്ചിരിക്കുന്നുണ്ട്, അത് വറുത്താൽ മതി. നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. എനിക്ക് കയ്യിൽ ഇടാൻ, നമ്മൾ അരിയുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു ഉറ വാങ്ങിച്ചു. പിന്നെ ഫിംഗർ ക്യാപ്പ്. പിന്നെ അടുത്തത് നമ്മുടെ കൂർക്ക ഞാൻ കുറച്ച് വാങ്ങിച്ചു. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് മെഴുക്കുവരട്ടിയൊക്കെ വെക്കണം. അപ്പം കൂർക്ക ഞാൻ വാങ്ങിച്ചു. പിന്നെ അടുത്തത് താറാമുട്ട വാങ്ങിച്ചു. നല്ല താറാമുട്ടയായിരുന്നു. താറാമുട്ട നല്ലതാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെന്താണ്, ഇത് കാന്താരിമുളകും ഇനി അത് എനിക്ക് ആ പാത്രത്തിനകത്തൊക്കെ ആക്കി വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ NS പെരുങ്കായം, ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിച്ചത്. കാന്താരിമുളക് ഞാൻ കഴുകുന്നില്ല, അതിൻ്റെ ഞെട്ട് കളയുന്നേ ഉള്ളൂ. കഴുകി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാലേ അത് കുറച്ച് നാൾ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് എടുക്കുന്ന അനുസരിച്ച് കഴുകാം. പിന്നെ വലിയൊരു പൊടിയൊന്നും ഞാൻ അതിൽ കണ്ടില്ല, എടുക്കുന്ന അനുസരിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനൊരു കണ്ടെയ്നറിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് അതിലിങ്ങനെ നമ്മുടെ ഞെട്ട് കളഞ്ഞിട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക. എന്നിട്ടങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇരിക്കും. കുറച്ച് നാൾ ഫ്രിഡ്ജിനകത്ത് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മാത്രം മതി. എളുപ്പം അത് കേടാവത്തില്ല, കുറച്ച് നാൾ ഇരിക്കും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിനകത്താക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കൂർക്ക ഒരുക്കാം. അപ്പം ഞാൻ കൂർക്ക കുറച്ചിങ്ങനെ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കുറച്ചിങ്ങനെ തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കുറച്ച് പെട്ടെന്ന് കുറേയൊക്കെ ഇളകിപ്പോവും. എന്നിട്ട് കുറേ കഴുകി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകണം, അതിൻ്റെ മണ്ണും പൊടി അതിനകത്തേന്ന് പോകാനായിട്ട്. നല്ലപോലെ ഇത് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പം തന്നെ കുറേയൊക്കെ ഇതിൻ്റെ തൊലികളൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് ആവശ്യം ഇനിയും പോകാത്തത് ഇതുപോലെ ഇങ്ങനെ ഈ ചിരണ്ടി കളയണം. കൂർക്ക ഒരുക്കാൻ കുറച്ച് പാടാണ്, അതൊരുക്കി കിട്ടിയില്ലെങ്കിൽ. ഇങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ ഇങ്ങനെ ഒരുക്കാത്തത് കളഞ്ഞെടുക്കുന്നത്, അതിൻ്റെ തൊലി. എന്നിട്ട് വീണ്ടും അതിൻ്റെ തൊലി കളഞ്ഞിട്ടും ഇതിനകത്ത് ഒത്തിരി മണ്ണും പൊടിയും കാണും. അപ്പോൾ അത് ഇങ്ങനെ വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനിയും ഇത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വേണ്ട, ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. അതൊന്ന് വേവിച്ചെടുക്കാം. കാരണം ആ തോരൻ ഞാൻ പറയില്ല, പയറും കായും കൂടാണ് തോരൻ വെക്കുന്നത്. അതിനകത്ത് ഇച്ചിരി വേവ് കൂടുതലുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇതൊപ്പം നമുക്ക് ആദ്യം അങ്ങ് വേവിക്കാൻ വെക്കാം. പൊന്തങ്കായല്ലേ, പരത്തിക്ക, അതിന് വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഞാൻ കുറച്ച് പയറിരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് നമുക്കിങ്ങനെ തോരന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ അടുത്തത് ഒരു പൊന്തങ്ക അല്ല പടത്തിക്ക, അതും ഇരിപ്പുണ്ട്, അതും ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. അപ്പോൾ ഇത് ഞാൻ നാളത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ തോരൻ. എന്തായാലും നാളത്തേക്കും കൂടെ വേണ്ടിയിട്ട് ഈ തോരൻ കാണും. അപ്പം അങ്ങനെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെയും അപ്പം ചോറിൻ്റെ കൂടെ കൂട്ടാൻ എടുക്കാം. പ്രത്യേകിച്ച് വലിയ പണി എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നാളെ. അപ്പം ഞാൻ കായരിഞ്ഞ് വെള്ളത്തിനകത്തിട്ട്, ഉപ്പ് വെള്ളത്തിനകത്തിട്ട് ഒന്ന് കഴുകിയാൽ മതി. ഇതിന് വലിയ കറിയൊന്നും ഈ പടത്തിക്കായ്ക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം അതും ചേർത്തു, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്. പിന്നെ ഞാൻ വിചാരിച്ച് കാന്താരിമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാവുന്ന. ഏതായാലും കാന്താരിമുളക് കിട്ടിയില്ല, ഇനിയിപ്പം കുറച്ച് ദിവസം ഇതിൻ്റെ പുറകിനായിരിക്കും. അപ്പോൾ അത് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നല്ലപോലെ വെന്തോളും. ഈ കായ്ക്ക് അധികം വേവില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം അതും പിന്നെന്തായിരുന്നു, തേങ്ങ ചിരക്കിയതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടങ്ങ് തിരുമ്മി കഴിയുമ്പോഴത്തേനും അങ്ങനെ തിരുമ്മി തോരൻ വയ്ക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരുമ്മി മാറ്റി വെച്ചു.
പിന്നെ നമുക്ക് കടുക് വറുത്തിട്ട് ഇത് ചേർത്ത് സ്വല്പം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ചേർത്ത് അങ്ങ് ഇത് ചെയ്താൽ മതി. കടുക് വറുത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും കൂർക്ക പെട്ടെന്ന് വെന്തു. കുറച്ച് നേരം ഇത് ഞാൻ ഈ അരിയുന്ന സമയം കൊണ്ട് കൂർക്ക വെന്തു. അതുകൊണ്ട് ഞാൻ അത് ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചു. പിന്നെ മീൻ വറക്കാൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, മത്തിയായിരുന്നു. അതും ഇത്രയേ ഉള്ളായിരുന്നു, കുറച്ചേ ഉള്ളൂ മീൻ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാൻ വറക്കാൻ വെച്ചു. ഇത് കടുക് വറുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത പയറും കായും കൂടെ ഉള്ളത് അരിഞ്ഞത് അതും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ മുകളിലൊഴിച്ച് ഇതിനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ മത്തി ഫ്രൈയും ഇവിടെ റെഡിയായി. മത്തി കുറച്ച് ഇന്നലത്തേൻ്റെ ബാക്കിയായിരുന്നു. ഇന്ന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് മീനൊന്നും വെച്ചില്ല, കാരണം ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ നോൺ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ നല്ല ഹെവി ആയിട്ടല്ലേ കഴിച്ചത്, അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് വലിയൊരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം മറ്റേത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നമ്മുടെ കൂർക്ക വേവിച്ചതും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ യോജിച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. പിന്നെ ഇന്നലത്തെ അസ്ത്രവും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരമായി ചായയൊക്കെ ഇട്ടു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയത് ഞാൻ പ്രത്യേകിച്ച് എടുത്തൊന്നുമില്ല. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു ഒരു സാറ്റർഡേ. അപ്പം ഞാൻ ഈ സാറ്റർഡേ ഫുൾ ഇങ്ങനെയുള്ള വീട്ടിലെ കാര്യങ്ങളും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേറെ അങ്ങോട്ട് ഞങ്ങൾ അധികം ഇറങ്ങിയില്ല. അപ്പം ചായയും കുടിച്ചു. രാത്രിയിൽ ഈ ഒരു വെജ് സാലനയാണ് വെച്ചത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെജ് സാലനയുടെ റെസിപ്പിയും അസ്ത്രത്തിൻ്റെ റെസിപ്പിയും ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.